എന്തെങ്കിലും ചെറിയ ഭാഗ് പറന്നിലാണ് ഇപ്പം തന്നെ പേടിച്ചിട്ടുണ്ട്. ഹായ്, അപ്പോൾ നമ്മൾ അടുത്ത യാത്ര പോവാണ്. അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലേക്കാണ്. എവിടേക്കാണ്? ഇടുക്കി യാത്രയിലേക്ക് നമ്മൾ ഇന്ന് പോകാം. രാത്രി 10:20 വണ്ടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറിയിട്ട് നേരെ പോകുന്നത് എവിടേക്കാണ്? കോട്ടയത്തേക്കാണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് അവിടെ നിന്ന് നമ്മളൊരു ബൈക്ക് അല്ലെങ്കിൽ കാറ് റെന്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇടുക്കി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ഇടുക്കി വീഡിയോയിലേക്ക് ഏവർക്കും യെസ്. നമ്മൾ ലഗേജൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഇന്നലെ സെറ്റാക്കി വെച്ച ലഗേജാണ്. ലാസ്റ്റ് ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാണ് അല്ലേ? എക്സൈറ്റഡ് ആണ്. പറ. ഇടുക്കിയിലേക്ക് ആദ്യമായിട്ടല്ല, മൂന്നാർ ഒരിക്കൽ പോയിട്ട്. കുറച്ച് ഹെവിയാണ്, ഇത് ചെറിയ ബാഗാണ്. അപ്പോൾ നമുക്ക് പോവാം. എന്താ ഓർഡർ ചെയ്തത്? ഒരു പിസ്റ്റയും ഗ്രീൻ കോക്ടെയിലും. പിസ്ത നമ്മൾ നോർമലി കഴിക്കുന്നതാണ്. നമ്മുടെ പിസ്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സൂപ്പറാണ്. നല്ല മധുരം. അറേബ്യൻ കോക്ടെയിൽ എങ്ങനെയുണ്ട്? കടന്റെ പേര് ഗല്ലി. ഗ്ലാസ്സിൽ ഗല്ലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുതിയ കടയാണെന്ന് തോന്നുന്നു. നമ്മുടെ പാളയം ജംഗ്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ കട. പുതിയ റെയിൽവേയിലെത്തി. റെയിൽവേ ഫോർത്തിലാണ് നമ്മൾ വണ്ടി വെക്കുന്നത്. മൂടാണ്, ഹെൽമെറ്റ് മൂടാണ്, കാരണം പൊടി പാറും. അപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ട് നമ്മൾ മഴേന്റെ പ്രശ്നമില്ല, ഷെൽട്ടർ ഉണ്ട് ഓൾറെഡി. നമ്മളിപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ മൊത്തം ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോൾ റൂഫുണ്ട്, അതുകൊണ്ട് മഴ പെയ്താൽ നനയില്ല. അപ്പോൾ മെയിൻലി ഞാൻ ഈ ഷീറ്റ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ പ്രശ്നമാവേണ്ട ആവശ്യമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 4th പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. വണ്ടി 4th സോ തിരിച്ചു വരുമ്പോഴും 4th നമ്മൾ വണ്ടി എത്തുക. അപ്പോൾ ബൈക്കോടെ വെച്ച് നേരത്തെ കാണിച്ചു. അപ്പോൾ നമ്മുടെ 10:20 അല്ലേ? മലബാർ. ഏറ്റവും വലിയൊരു കോമഡി ഉണ്ടായി. കാരണം നമ്മൾ ഇത്രയും നേരം ഇരുന്നത് 4th പ്ലാറ്റ്ഫോമിലായിരുന്നു. ദെൻ നമ്മൾ ട്രെയിൻ വരുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴാണ് നമ്മൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം ആക്ച്വലി 4 മനസ്സിലായത്. ഒരു 1ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ നല്ല രസമുണ്ടോ അവിടെ? അത് ജി അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞതാണ്. നോർമലി നമ്മൾ പോവാം 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല ഫാനൊക്കെ ഉള്ള സ്ഥലം നോക്കിയിരുന്നു. ശരിയാണ്. നമ്മളവിടെ കൂളായിട്ടിരിക്കുക. പക്ഷെ പ്രശ്നമില്ല അല്ലേ? സംഭവം എന്താ വെച്ചാൽ സമയമുള്ളതുകൊണ്ട് പ്രശ്നമില്ല. കുറേ മെല്ലെ ഇപ്പം ഞങ്ങൾ തിരക്ക് പിടിച്ചിട്ടല്ല പോണ്, മെല്ലെ നടന്നിട്ട് പോണ്. പിന്നെ വേറൊന്നും ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാലേ 4ാം പ്ലാറ്റ്ഫോമിൽ ആളില്ല. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് ആക്ച്വലി നമ്മൾ എന്താണ് സംഭവിച്ചത്. നമ്മുടെ B4 ആണ്. B4 ഇതേ കറക്റ്റ് പൊസിഷൻ 10ലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ കയറാണ്. ഓരോ ഇതല്ലേ? ഇതന്നെയല്ലേ B4? യെസ്. നമ്മുടെ സീറ്റ് എത്തി. ഇതാരും നമ്പർ കിട്ടി. 21 ഈസിയാണ്. കിടന്നുറങ്ങണം. 10:30 മണിയായി. വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. മോർണിംഗിൽ കോട്ടയത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രതീക്ഷ. അരമണിക്കൂർ ലേറ്റാണ് വണ്ടി. നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. ഉറക്ക ക്ഷണമുണ്ട്. ഇവിടെ ഇരുന്നിട്ട് 2 മണിക്കൂർ ഇനി ഇവിടെ ഇരുന്ന് ഉറങ്ങും. പരപരാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ 4th പ്ലാറ്റ്ഫോമിൽ നേരെ 1st പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ വരുന്നു പറഞ്ഞു. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. അപ്പം എല്ലാം നടക്കുകയാണ്. ഇത് ബോറടിക്കുന്നുണ്ട്. നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. വന്ന പാടൊക്കെ കണ്ടൊരു കാഴ്ചയിലേക്ക് പമ്പയിലേക്ക് നിറയെ തീർത്ഥാടകർ വന്നിറങ്ങുന്ന സ്ഥലം കൂടിയാണ്. പമ്പയിലേക്കുള്ള ബസ് ഉണ്ടല്ലോ, KSRTC ബസ് പമ്പ. പിറകിൽ കുറേ തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ. ഇവിടുന്ന് പിക്ക് ചെയ്യുന്ന കുറേ വണ്ടികളുണ്ട്. അതായത് ഇവിടുന്ന് വരുന്ന ട്രാവലർ, അവർ ട്രെയിന് വന്ന് ഇറങ്ങുന്നു, ഇവിടുന്ന് ട്രാവലറിൽ അവരെ പിക്ക് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. ആദ്യമായിട്ടല്ലേ കോട്ടയത്ത്? യെസ്, ആദ്യമായിട്ടാണ്. ഞങ്ങൾ 2 പേരും ആദ്യമായിട്ടാണ് കോട്ടയത്ത്. പെയിൻറ്റിംഗ് ആണ്, വാൾ പെയിൻറ്റിംഗ് ആണ്. വരച്ചത് തന്നെയാണെന്നാണ്. വരച്ചത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. കാത്തിരുന്ന് വിശന്നിട്ട്, അതായത് റെയിൽവേ റെസ്റ്റോറൻറ്റിലാണ്. കോഫി ഉണ്ട് ഇവിടെ. റെൻ്റ് ഔട്ട് ചെയ്ത വണ്ടി പുതിയ വണ്ടിയാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വണ്ടി ലൈസൻസിൻ്റെ കോപ്പിയൊക്കെ എടുത്തിട്ടാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ കാറിലാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. കുറച്ച് ലേറ്റായി. 1/2 മണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കുറച്ച് ഇത് സ്റ്റേഷന് കുറച്ചൊരു 500 മീറ്റർ ഇപ്പുറത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മളെ കയ്യിൽ തന്നു, നീ പേപ്പർ സൈൻ ചെയ്യണം, അഡ്വാൻസ് എമൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പരിപാടി. കുമരകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വയൽ കണ്ട് അങ്ങനെ നിർത്തിയതാണ്. ഇത് നീണ്ടു കിടക്കുന്ന വയലാണ്, കുമരകം റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം കൃഷിയാണ്, മൊത്തം കൃഷി എന്ന് പറഞ്ഞാൽ നെല്ലാണ്. ഇത് ഇങ്ങനെ ഒരു വരമ്പുണ്ട്, അതിലൂടെ പോവാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെയാണ്. ചുമ്മാ ഒന്ന് പോയി നോക്കാം, അവിടെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കണ്ട് നേരത്തെ നമ്മൾ വന്നുകൊണ്ടിരിക്കും ഇവിടെ ആ ഷെഡ് കണ്ടു. തന്നെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. വരമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, സോ വരമ്പ് ഇപ്പം കണ്ടു. അതുകൊണ്ട് നമ്മൾ പോയി നോക്കട്ടെ. എന്നറിയില്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, വരമ്പ് എത്രത്തോളം അങ്ങോട്ട് എത്തിപ്പെടുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താ പറയുക, ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഷോട്ട് ഇട്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ സ്ഥലം. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്, വയലാണ്. ഈ ഒരു സ്ഥലം മാത്രം വേറിട്ട് നിൽക്കുന്നത്. ഒരാൾക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്, കാരണം ആരെങ്കിലും ചീത്ത പറയുമെന്നുള്ളൊരു പേടിയുണ്ട്. ചീത്ത പറയത്തില്ല, ഇങ്ങോട്ട് വാ, കാണാനില്ല. നമ്മൾ പുതിയ അങ്ങോട്ട് പോയേക്കാം വാ. ആരും കാണാത്ത സ്ഥലങ്ങളല്ലേ കാണേണ്ടത്, നമ്മൾ ഇതുവരെ കണ്ടില്ല. നമ്മൾ വന്നിട്ട് ഇത് ശരി പബ്ലിസിറ്റി വന്നാലോ, ആളുകൾ വരട്ടെ. നമ്മളെപ്പോഴും ടൗൺഷിപ്പും കാര്യങ്ങളും മാത്രമല്ലേ കണ്ടുള്ളൂ, നാട്ടിൻ പ്രദേശങ്ങളൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ നോക്കട്ടെ, പോയി നോക്കാം. ഇങ്ങനെ സ്ഥലത്ത് ഇതുവരെ വന്നില്ലല്ലോ. ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് വന്ന് കാണാനല്ലേ വരുന്നത്, നമ്മൾ നശിപ്പിക്കത്തൊന്നുമില്ലല്ലോ. ഏകദേശം ചളി. ഇത് പുതിയ നെല്ലാണ്, നെല്ല് വെച്ചിട്ടേ ഉള്ളൂ, വളർന്നു വരാനുണ്ട്. ഈ ഒരു സ്ഥലം കാണാനായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ടുള്ളത്. സൂപ്പർ. നമ്മുടെ ഷൂ ഒക്കെ പണിയാവും. ഇതാണ് നോക്കി, ഈ ഒരു സ്ഥലം മാത്രം മാറ്റി വെച്ചിട്ട് അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. യെസ്, തവള ചാടിയൊരു സാധനം, സീന് കട്ടായി. സൂപ്പർ സ്ഥലമാണ്. നമ്മളിതിൻ്റെ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ് യെസ് യെസ്, അടിപൊളി. ഇത് കപ്പയാണ്, ദെൻ വാഴക്കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്, ഒരുമിച്ചുള്ള സ്ഥലമാണ്. വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ വേവാ. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കട്ടെ എന്താ സംഗതി. ഞങ്ങൾ കോഴിക്കോടാ. പേരെന്തായിരുന്നു? നാസർ. ജിജോ. ആഹാ. ഇതെന്താ സംഭവം ഇങ്ങനെ നടുവിൽ ഇങ്ങനെ കണ്ടം നമുക്കുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കാനും പിന്നെ വെളുപ്പിന് ഒരു അധ്വാനമല്ലേ, ഇതൊക്കെ കളയ്ക്കുക, വെള്ളം ഒഴിക്കുക, ചെടികൾ നടുക. നല്ല രസമുണ്ട് അവിടുന്ന് കാണുമ്പോഴേ. ഒരുപാട് പേര് വരലുണ്ടല്ലേ, ഒരുപാട് ആൾക്കാർ. ഞാൻ പിന്നെ ഒരു കൂട്ടമൊന്നുമില്ല, എല്ലാം ഇവരെല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. അപ്പൊ അവര് വന്ന് കയറി ഇരിക്കട്ടെ, ഇക്ക് വരും, വന്ന് കുറെ നേരം ഇരിക്കും, പിന്നെ ചൂണ്ടയിടും. മീനൊക്കെ ഉണ്ടോ? മീനതിനകത്ത് ആണോ? ഇത് അങ്ങോട്ട് നമുക്ക് വെക്കണം. മീനെന്ന് പറഞ്ഞ വരാല് നമ്മുടെ നാട്ടുമീനാ, വരാല് കരി കല്ലട. അറിയോ അങ്ങനെ പറഞ്ഞാൽ? വരാലെന്ന് പറഞ്ഞാൽ അറിയാം. വരാലറിയാം, കുമ്പൊക്കെ മറ്റേ ഞങ്ങളവിടെ മുഴുവൻ മുഴുവൻ. പിന്നെ കല്ലട. അങ്ങനെ ഒരു 4-5 മീൻ പല സൈസാണ് പിടിക്കും. കുറെ പേര് വരലുണ്ടോ അവിടെ? ഓ, ഇഷ്ടംപോലെ. ആണല്ലേ. ഞങ്ങൾ അവിടുന്ന് സംശയിച്ചിട്ടാ പറഞ്ഞത്, കാരണം ചില സ്ഥലത്ത് ചിലവൾക്ക് കയറി കഴിച്ചിട്ട് പറയും. ഞങ്ങൾ അങ്ങനെ ഇവിടെ കുമരകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ എന്തൊക്കെയാ കൃഷിയുള്ള? നെല്ല് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നെല്ല് മാത്രമേ ഉള്ളൂ. ഇത് വേറെ ആളെ സ്ഥലമാണോ? ഇതെന്റെയാ, സ്വന്തം സ്ഥലമാണ്. എത്രയുണ്ട് ഇത്? എനിക്ക് 3 ഏക്കർ. 3 ഏക്കർ. ചെടികളൊക്കെ നമുക്കൊരു സന്തോഷമാണ്. നാസർക്കയുടെ റൂമാണ് അത്. ജസ്റ്റ് ഒരു റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഉണ്ടാക്കി വെച്ച സ്ഥലമാണ്. സുഖമാണ്, ഏത് സമയത്തും നല്ല കാറ്റാണ്, മനസ്സിനൊരു ഭയങ്കര സുഖമാണ്. കുറേ വർഷമായോ കൃഷി? 40. അച്ഛന്റെ ജോലിയാണോ? അല്ല, അച്ഛനൊന്നും ഇല്ല. ഞങ്ങളൊക്കെ വെറും സാധാ കൂലിപ്പണിക്കാരാ. 36 വർഷമായിട്ട് തൃശ്ശൂരാണ്. അന്ന് ഇത് മേടിച്ചു, അങ്ങനെ ഈ കൃഷിയോടുകൂടിയൊക്കെ മേടിച്ച് 5-8 ഏക്കർ ഉണ്ടായിരുന്നു. 2 പെൺകുട്ടികളാണ് മൂത്തത്. അവരുടെ 2 പേരുടെ കല്യാണം, കുറച്ച് സ്ഥലം വിറ്റ് അതങ്ങനെ കഴിഞ്ഞ് സന്തോഷമായി. അത്യാവശ്യം ഒരു ചെറിയ വീട്, ചെറുക്കൻ ഉണ്ടാവും, +2 പഠിക്കുന്നു. നമ്മളിതുപോലെ അധ്വാനിച്ച് നടക്കുന്നു. ഇനിയിപ്പോൾ ജനുവരി ആകുമ്പോൾ ഞാൻ നേരെ തൃശ്ശൂർ പോകും. പിന്നെ 6 മാസം അവിടെയാണ്. 1 മാസമായി. ഇനി ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിഷൻ വന്ന് കൊയ്യും. മിഷനിലാണല്ലേ? മിഷനിലാണ്. എവിടെയാ കൊടുക്കാറ്? നമ്മൾ സപ്ലൈക്കോ സർക്കാരിന്റെ അല്ലേ? നമ്മൾ ആ നെല്ല് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ 1 കിൻഡൽ നെല്ല് അങ്ങോട്ട് കൊടുത്താൽ 62 കിലോ അരി സർക്കാരിന് ഇവർ കൊടുക്കണം. ആ അരിയാണ് ഈ റേഷൻ കടയിൽ വരുന്നത്. അതൊന്നുമല്ല വരുന്നത്, ഇത് ഹൈ ക്വാളിറ്റി സാധനമൊക്കെ കയറി പോകും. നമുക്ക് ഈ റേഷൻ കടയിൽ വരുന്ന അരി അറിയുള്ളൂ, ഒന്നിനും കൊള്ളില്ലാത്ത അരികളാണ് വരുന്നത്.
വന്നാൽ നഷ്ടമായില്ലല്ലോ. ഇല്ല, കാരണം നാസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ തന്നെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ വെറുതെ ഇല്ലല്ലേ വന്നത്. മൂപ്പരെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ വരുന്ന ആളുകളോട് ഈ സ്ഥലത്തും താല്പര്യം ഉണ്ടാകത്തില്ല ആളുകൾക്ക്. ഇത്തരം സ്ഥലങ്ങൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വേണ്ട വീഡിയോ എടുക്കേണ്ട അല്ലെങ്കിൽ വരണ്ടെന്ന് പറയും. പക്ഷേ ആൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മളോട് സംസാരിച്ചത്. ഇങ്ങനത്തെ ആളുകൾ കുറവാണ് അല്ലേ. എന്തൊരു പാവ മനുഷ്യൻ, വളരെ സോഫ്റ്റ് ആയിട്ടാണ് നല്ല രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ആരെങ്കിലും വരുവാണെങ്കിൽ ഇദ്ദേഹത്തെ കാണാനായിട്ട് ശ്രമിക്കുക. ഒരാളിനെ വെയിറ്റിംഗാണ്. ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്, അതാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഹൈറ്റ് പേടിയില്ല, ഹൈറ്റും പേടിയുണ്ട്. ഒരു 10 ആൾ വരുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഡ്രോൺ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു നമ്മളെ ഈ ഒരു വീഡിയോ. എന്തായാലും നോക്കാം, ഇനിയും ഇതുപോലെ ആളുകളെ കാണട്ടെ അല്ലേ നമ്മുടെ ഈ യാത്രയിൽ. പറഞ്ഞ പോലെ നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിലേ ഷോർട്സും അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനോ പരിചയപ്പെടാനോ പറ്റുമായിരുന്നു. ഇല്ല, പക്ഷെ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ശരിയാണ്. അത് കാടമുട്ട, ഇത് കാടമുട്ട തന്നെ ആയിരിക്കും, കാടമുട്ടയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരുപാട് പേരുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. മേ ബി ഈ കുറേ പ്രശ്നങ്ങളും ഒക്കെ ആളുകൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാതും വീഡിയോയിലൊന്നും കാണിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടപ്പോൾ നമുക്കത് കാണുന്നൊരാഗ്രഹം കാണാൻ പറ്റി, നമുക്ക് എക്സ്പീരിയൻസ് ആകാൻ പറ്റി. അപ്പോൾ അത് വന്നതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ പാറു പറഞ്ഞാൽ വേണ്ട പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഡെസിഷൻ കറക്റ്റായിരുന്നു. ഇത് ഇവിടുന്ന് പിടിക്കുന്ന കൊണ്ടുപോയിട്ട് ഇവിടെ അടുത്താണ് ഇതൊക്കെ. ഇപ്പോഴത്തെ കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇത് കണ്ടു. അപ്പം അതുകൊണ്ട് വീഡിയോ എടുത്താണ്. അപ്പം എന്താ അങ്ങോട്ട് വരാൻ ചിരിക്കുന്ന ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് അവിടെ ഉണ്ട്. അദ്ദേഹം തിളപ്പിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയി വിൽക്കുന്നത്. എവിടെ എത്തിയില്ല? പാലാ റോഡ്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും? 50 അല്ല 50. ഇനി കിലോമീറ്റർ നമ്മൾ പാലാ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ കൂടെ പാലയിലേക്കുണ്ട്. കുമരകം പോയി ജസ്റ്റ് റൗണ്ട് ചെയ്തു. ബോട്ടിലൊന്നും കയറില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അവിടെ പോയി ജസ്റ്റ് റൗണ്ട് ചെയ്ത് നേരെ ഇടുക്കി വെച്ച് പിടിക്കുവാണ്. അപ്പോൾ പാലാ റോഡ് വഴിയാണ് ഇടുക്കിയിലേക്ക് കയറേണ്ടത്. അപ്പോൾ കുറച്ച് തണലുള്ള സ്ഥലം എത്തി. അപ്പോൾ നല്ല തണലത്ത് കയറി നിൽക്കുവാണ്. മരം നല്ല എന്താ പറയുക തണല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു പാലമാണ്. അടിയിലതേ നന്നായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു പാലം. വെള്ളം നല്ല കുത്തൊഴുക്കാണ്. വെള്ളം കുറേ ആർച്ചൊക്കെ വെച്ചിട്ടൊരു സെറ്റപ്പായിരുന്നേ. പക്ഷെ അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തൊക്കെയോ പ്ലാനിൽ ചെയ്തൊരു സാധനമായിരുന്നു. പക്ഷെ അത് ഫുള്ളായിട്ട് അവർ ഫിക്സ് ആയിട്ടുള്ളത് ഇങ്ങനെയുണ്ട്. ഇതിപ്പോൾ അപ്പുറത്ത് കണ്ടില്ല, ചെടിയൊക്കെ പിടിച്ചിട്ട് ആർച്ച് മൊത്തമായിട്ട് ഇറങ്ങുന്നുണ്ട്. ശബരിമല വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട്. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ചൂടായിട്ടില്ല. ഞങ്ങൾ ഇടുക്കിയും വയനാടും എപ്പോഴും ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ മലയും കുന്നും ഈ മഞ്ഞും ഒക്കെയാണ്. ഈ റോഡിലൂടെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇടുക്കി എത്രത്തോളം സുന്ദരിയാണെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി നമ്മുടെ വാഗമൺ വഴിയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകേണ്ടത്. വാഗമണിൽ നിന്നും പിന്നീട് 13 കിലോമീറ്റർ ഉള്ളോട്ടാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. ഈ വഴി നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടേക്ക് നിന്നിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമ്മൾ ഇടുക്കി യാത്രയിലാണ്. അപ്പോൾ ഇടുക്കി യാത്രയുടെ ഇടയിലൂടെ നമ്മൾ വാഗമൺ എത്താനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. നല്ല റോഡ്, പിന്നെ നല്ല ക്ലൈമറ്റ്, നല്ല എന്താ പറയുക യാത്ര അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെയിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് ക്ലൈമറ്റ്, തണുപ്പുമുണ്ട് ചൂടുണ്ട്, ഒരുപോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ കൂടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഫാമിലീസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ആളുകളെയും കുറേ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിലാണ്. 5 കിലോമീറ്റർ ഓൾമോസ്റ്റ് ഉണ്ടാവത്തുള്ളൂ വാഗമണിലേക്ക്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇടുക്കിയുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാഗമൺ ടൗൺ ആണ്. ഇവിടെ നിന്ന് 13 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതായത് വളക്കൂട് എന്ന സ്ഥലത്താണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇടുക്കി ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഉള്ളോട്ട് പോയി കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. നമ്മളൊരു വീക്കെൻഡിലായതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള റോഡ് തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഐസ് ഹിൽസ് എന്ന റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്.
നമ്മുടെ റൂം റിസോർട്ട് ഇതേ ഈ വഴിയിലൂടെയാണ് ഇങ്ങനെ പോകേണ്ടത്. നമ്മളത് ദേ അപ്പുറത്താണ് ആ കാണുന്നതാണ് നമ്മളത്. ഒന്നാമത്തെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സെപ്പറേറ്റ് ഉള്ള റിസോർട്ട്സുകളാണ് ഇവിടെ ഉള്ളത്. എന്താ വെച്ചാൽ ശബ്ദവും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് വിട്ടിട്ടാണ് നമ്മുടെ ഇതാണ് റിസപ്ഷൻ ഏരിയ. ഈ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ റൂംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഹട്ടായിരുന്നു നമ്മൾ ചോദിച്ചത്, അത് തന്നെ കിട്ടി. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. ഇഷ്ടമായോ? നല്ല രസമുണ്ട്. വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ട് അല്ലേ ഒന്നും തന്നെ ഈ ഭാഗത്തേക്ക് ഉണ്ടാകത്തില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞു ആയിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ നട്ടുപിടിപ്പിച്ചായിരിക്കും അല്ലേ. വാഗമണ്ണ് 13 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. കുറച്ചായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ നന്നായിട്ട് റോഡൊക്കെ ഹൈറ്റുള്ള സ്ഥലമാണ്. നല്ല റോഡായിരുന്നു. അങ്ങനെ നമ്മുടെ ഹട്ടാണ്. നമ്മുടെ റൂം ഇതാണ്. ഡെറാഡൂൺ എന്നാണ് റൂമിൻ്റെ പേര്, നമ്പർ 3. ഇവിടെ മൊത്തം തേയിലത്തോട്ടമാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു റിസോർട്ടിൽ നമ്മൾ ഇതുവരെ നിന്നിട്ടില്ല. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കൂടിയാണ് ഈ ഒരു ഹട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ റൂം ഒന്ന് കാണാം. ദിസ് ഈസ് അവർ റൂം. ഈ ഷേപ്പുള്ളത് നമ്മുടെ ഈ റൂമിൻ്റെ ഇവിടെ ഗ്ലാസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടം കാണാം. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടം കാണാം. തേയിലത്തോട്ടം ഓക്കെ. ഇത് അങ്ങോട്ട് ഇവിടെ മാറ്റിയിടാം. പിന്നെ നമ്മുടെ ബെഡ് നല്ല വീതിയേറിയ ബെഡാണ്. ബാത്റൂമും എ ഫ്രെയിമിലെ ബാക്കി ഭാഗം ബാത്റൂം ആക്കിയിട്ടുണ്ട്. നല്ല ബാത്റൂമാണ്, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. ആവശ്യമുള്ള കോംപ്ലിമെൻ്ററി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഷെൽഫ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല റൂമാണ്. നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇവിടെ ടി വി ഇല്ല. കാരണം വെച്ചിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന, രാത്രി മഞ്ഞൊക്കെ ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. എങ്ങനെയാണ് ഇവിടുത്തെ നൈറ്റ് കണ്ടീഷൻ നോക്കാം. ഇവിടെ ഇന്നുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ചുമ്മാ കത്തി പറയാം. ഇവിടെ ഇങ്ങനെ മാറ്റിയിട്ട് ചുമ്മാ കത്തിയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് നേരെ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ഇരിക്കുവാണ്. ഈവനിങ് സമയം 4 മണിയോടെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുവാണ്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല തണുത്ത കാറ്റും കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. നല്ല ഹൈറ്റ്. അതെ, വരുന്ന വഴിയും നമ്മളിത് ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം ഇത് എത്തുന്നില്ല, കുറച്ച് ഉള്ളോട്ട് വരണം കേട്ടോ. വാഗമണ്ണ് 13 കിലോമീറ്റർ ഓൾമോസ്റ്റ് വരും. പക്ഷെ 13 കിലോമീറ്റർ ഒരു കുഴപ്പമില്ല. കാരണം അത്ര നല്ല സ്ഥലമാണ്. പിന്നെ സൈലന്റ് ആണ്, വളരെ സൈലന്റ് ആണ്. നമ്മുടെ റൂമിൽ ടി വി ഇല്ല. അപ്പോൾ ടി വി ഇല്ലാത്ത ദിവസം എങ്ങനെയാണെന്ന് ഇന്ന് രാത്രി നോക്കണം. പൊതുവെ ഇതുവരെ ഒട്ടുമിക്ക എല്ലാ റൂമിലും ടി വി ഉണ്ടായിരുന്നു. ടി വി നമ്മളത് എപ്പോഴും അത് അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്കൊരു സൈലൻസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതെപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും പാട്ടായിട്ടോ സിനിമയായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ടി വി ഇല്ലാത്ത രാത്രിയാണ്. നമ്മുടെ ഗെയിം ഏരിയ, പിന്നെ ഇവിടെയൊക്കെ നല്ല വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒരു ഹട്ടാണ്. ഇത് നമ്മുടെ ഹട്ട്, തൊട്ടപ്പുറത്ത് വേറെ ഹട്ട്. ഇതിനിടയിലൂടെയാണ് വഴികളൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു റിസോർട്ട് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ തോട്ടത്തിന്റെ നടുവിലാണ് റിസോർട്ട്. സെലക്ഷൻ മോശമായില്ല. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലം തന്നെയായിരുന്നു ഇടുക്കിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും എടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു വൈബുള്ള, സൈലന്റ് ആയിട്ടുള്ള, നല്ല തണുപ്പുള്ള, നല്ല ഹില്ലായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ഈ റിസോർട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഹില്ലായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴി ഇതാണ്. ഇതൊക്കെ റൂംസും കാര്യങ്ങളാണ്. നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റാണ്. സമയം 5 മണിയായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ 5 മണിയായിട്ടുള്ളൂ. അപ്പോൾ 4 മണിയായിട്ടുള്ളൂ. 4 മണിയായപ്പോഴേക്കും ഇവിടുത്തെ വെയിലും കാര്യങ്ങളും ചൂടൊക്കെ പോയി. ഇപ്പോൾ നല്ല തണുത്ത കാറ്റടിച്ച് നമ്മളിങ്ങനെ നിൽക്കുവാണ്, ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായക്ക് പറഞ്ഞിട്ടുണ്ട്. ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കണം. ഇത് പഴംപൊരിയാണ് ചായയുടെ കൂടെ. കാപ്പിയാണ് കാപ്പിയുടെ കൂടെ പഴംപൊരിയാണ്. അപ്പോൾ ഈ സമയത്ത് നല്ല മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇതിൻ്റെ മേലെ കയറിയിട്ടൊന്ന് വ്യൂ നോക്കാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ ആരും കയറുന്നില്ല, പേടിച്ചിരിക്കുവാണ്. ഞാൻ കുറേ വിളിച്ച് വരുന്നില്ല. ഹൈറ്റ് കുറച്ച് പേടിയുള്ളതാണ് പറഞ്ഞത്. ഇത് നമ്മുടെ വ്യൂ പോയിന്റ് ഇതാണ്. ഓക്കെ, നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല വൃത്തിയുള്ള സ്ഥലം. ഇത് വൃത്തി കാരണം ഈ ഒരു സംഗതിയാണ്. പറോ വരുന്നില്ല. ഒരുപാട് പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. കുറച്ച് പേര് അവിടെ വന്നിട്ട്
ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴംപൊരി വിത്ത് കോഫി എത്തിയിട്ടുണ്ട്. ഒരു ചൂടുണ്ടോ? നല്ല ചൂടിൻ്റെ സമയം, ഈവനിങ് ടീ സമയമാണ്. പഴംപൊരി വിത്ത് കോഫി. വൈകുന്നേരം ആയപ്പോൾ കളർഫുൾ ആയില്ലേ ജി? കുറച്ചുകൂടി കളർഫുള്ള് മാത്രമല്ല, എന്താ പറയുക, നല്ല ക്ലൈമറ്റ് കൂടെ, കോടയും കൂടെ ഇറങ്ങി നല്ല സുഖമുണ്ട് ഇരിക്കാനായിട്ട്. ശരിക്കും ഇതാണ് വൈബ് എന്ന് പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ച ഇടുക്കി വൈബ് എന്ന് പറഞ്ഞ ഇതാണ്. നല്ല കോട ഇറങ്ങുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈഡായിട്ടുള്ളൊരു സ്ഥലം, ഹിൽ സ്റ്റേഷൻ, എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ നൈറ്റ് ഭക്ഷണം എത്തിയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ്, ചപ്പാത്തി, നമ്മൾ വാട്ടർ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഫുൾ ഡാൻസ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ നേരെ ഇങ്ങോട്ട് കൊണ്ടുതന്നു. അപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചപ്പാത്തി പാക്ക്ഡ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്. ചപ്പാത്തി വെച്ചിട്ട് ഇതൊരു ഹോം മെയ്ഡ് ആണെന്ന് തോന്നുന്നില്ല കേട്ടോ ചപ്പാത്തി. അയ്യോ, അത് നമ്മൾ ലാസ്റ്റ് കൊടൈക്കനാൽ വന്നപ്പോഴേ റെഡിമെയ്ഡ് ആണോ അത്? അതെ, ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. മസാല കുത്തുന്നുണ്ടോ? ഭയങ്കര മസാലയുടെ സ്മെല്ല്. മസാലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മസാല കുത്തലുണ്ടാകാം. നമുക്ക് വല്ല ചിക്കൻ 65 ഒക്കെ പറഞ്ഞാലായിരുന്നു. നമുക്ക് മസാല കുത്തലല്ല, പക്ഷെ ചവിട്ടല മസാല ഒരു സുഖല്ല, കുത്തുന്നില്ല. പക്ഷെ മസാല ഇന്റെ റിയാക്ഷൻ അമ്മേ, പപ്പടം പോലത്തെ മസാല ചപ്പാത്തി. എന്തൊക്കെ അറിയാണ് ഇത്. നാളെ ബില്ല് കെട്ടപ്പം പറഞ്ഞുതരാം. പോരാ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മസാലയാണ്. കാരണം കുത്തുന്നില്ലല്ലോ, പക്ഷെ കുത്തലല്ല, ഒരു ഫീലില്ല. ഒരു മസാല ഉണ്ട്, പക്ഷെ മസാല ഇല്ല. ഒരു തമിഴ്നാട് സ്റ്റൈലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുമാതിരി നോട്ട് ഗുഡ്. ഞാൻ ഇതിന് മാർക്ക് കൊടുക്കുന്നതല്ല. എനിക്ക് വിശക്കുന്നുണ്ട് സത്യമായിട്ട്, അതുകൊണ്ട് കഴിക്കുകയാണ്. അവരോട് ചോദിച്ചു നോക്കിയാലോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ. മഴ കാരണം ക്യാൻസൽ ആയിട്ടുള്ള ക്യാമ്പ് ഫയർ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ ഹട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഹട്ട് ഇരിക്കുന്നു. പക്ഷെ എന്നാലും മോശമായിപ്പോയില്ലേ, എന്നല്ലേ അല്ലേ? ക്യാമ്പ് ഫയർ ഇല്ലാത്തത് ഭയങ്കര നഷ്ടമായിപ്പോയി, ചടച്ചുപോയി. കാരണം നമ്മൾ കളിക്കത്തൊന്നുമില്ല, പക്ഷെ കളിക്കുന്ന കാണാൻ രസമാണ്. പിന്നെ അതുമല്ല നല്ല ക്ലൈമറ്റ്, അതിൻ്റെ കൂടെ ക്യാമ്പ് ഫയർ കൂടെ ആകുമ്പോൾ നല്ല രസമല്ലേ. മിസ്സായി. എന്നാലും നമ്മുടെ ക്യാമ്പ് ഫയർ അവിടെ DJ വേറെ നടക്കുന്നുണ്ട്. അത് ഒരു ഓഡിറ്റോറിയമാണ്. നമുക്ക് എന്തായാലും ഭാഗ്യമില്ല, ആറും മടുത്തു, ചടച്ചു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞത്. പക്ഷെ നല്ല മ്യൂസിക് സിസ്റ്റമാണ് കേട്ടോ, അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. കാലൊക്കെ തുടച്ച് കയറണം, നല്ല ചളിയുണ്ടോ. ഭയങ്കര ബെഡിൽ കിടന്നില്ല, രണ്ടുപേരും കിടന്നില്ല അല്ലേ ഇത്ര നേരമായിട്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നെക്സ്റ്റ് മോർണിംഗിൽ എത്തിയിട്ടുണ്ട്. കാറ്റാണ്, നല്ല മഞ്ഞ് കൂടിയ കാറ്റാണ്. അവിടെ പൂളിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എഴുന്നേറ്റിട്ട് 1 മണിക്കൂർ ആവുന്നുള്ളൂ. പക്ഷേ എന്നാൽ പുറത്തിറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോവാണ്. പറയൂ, രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു തണുപ്പ്? നല്ല തണുപ്പായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു കൂട്ടെ. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, കോടയും കാറ്റും മഴയും നല്ല രസമായിരുന്നു. അതെ, മഴയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഇടയ്ക്ക് വെച്ച് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പൊളിയാണ്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, സൂപ്പർ. എന്നാലും അടിപൊളി സ്റ്റേ ആണ് കേട്ടോ. ഒരു തരത്തിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പാട്ടിങ്ങനെ ശബ്ദം വെച്ചിട്ട് അത് മാത്രമേ പ്രശ്നമുള്ളൂ. അവിടെ ബോയ്സ് അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വൈബാണ്, അവരുടെ ഐഡിയ, അവരുടെ ഇഷ്ടം അങ്ങനെയാണ്. നമ്മൾക്കത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഞങ്ങളിത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെയാണ് നമ്മുടെ സ്പേസ്, നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ. അപ്പോൾ ഭക്ഷണം ഇപ്പോൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ റൂമിലൊക്കെ കുറച്ചുകൂടെ ഇരുന്നിട്ടാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഭക്ഷണം താഴെയാണ്, ഭക്ഷണത്തിൻ്റെ സ്പേസ് ഇവിടെയാണ്. അപ്പോൾ കുറച്ച് നടന്നിട്ട് വരണം ഇവിടെയൊക്കെ തരണം. അപ്പോൾ നല്ലതാണ്, നല്ലൊരു, നമ്മളെപ്പോഴും നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്തല്ലേ പൊതുവെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത് നടന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വരാം ഇവിടെ എത്താനായിട്ട്. പക്ഷെ നല്ലതാണല്ലേ, വെറൈറ്റി അല്ലേ ഒരു വാക്ക്. ശരി.
ഞാനെടുത്തത് ദോശയും സാമ്പാർ ചട്നിയാണ്. പാറെടുത്തത് പുട്ടും കടലയും. എനിക്ക് ഈ പുട്ടും കടലയും തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ദോശ എടുത്തത്. കാരണം കഴിച്ചു മടുത്തതാണോ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് ഞാൻ വിട്ട് കളഞ്ഞതാണ്. വീട്ടിൽ പുട്ട് മാത്രം ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അതാണ് ഞാൻ ദോശ എടുത്തത്. സാമ്പാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭക്ഷണം മോർണിംഗിൽ. നല്ല കറിയാ? ആഹാ, ഒരു ദിവസം ഉണ്ടാവും. ഞാൻ കഴിച്ചിട്ട് പറയാം. കൊള്ളാം. ഈ ജീപ്പൊക്കെ വന്നിട്ട് ഇവിടെ ഉള്ള കുറേ ടീംസിൻ്റെ ഒരു പാക്കേജ് ആയിരിക്കും. ഇവിടുന്ന് ജീപ്പൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവർ ട്രക്കിങ്ങിന് പോവാണ്. ഈ ജീപ്പിലായിരിക്കും ട്രക്കിങ്ങിനായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ജീപ്പ് മാത്രം പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് ഇവർ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജീപ്പിലാണ് അവർ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള യാത്ര റെഡി ആയിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നേ. കണത്തുറഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല കാറ്റടിച്ചുകൊണ്ട് നമ്മൾ ഈ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് പോലും അവരവിടെ പൂളിൽ തകർത്ത് ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറ്റുന്നത് അറിയുന്നില്ല. അവർ ബോള് കാര്യങ്ങളൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ സാധിക്കുന്നു? നമ്മൾ പൊതുവേ വ്യൂ നോക്കി നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ഇതേ നമ്മുടെ ഈ ഒരു പറ നമ്മുടെ ഭക്ഷണം അടിപൊളിയായിരുന്നു അല്ലേ? നല്ല ഭക്ഷണമായിരുന്നു, നല്ല കറിയായിരുന്നു. നല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ലതായിരുന്നു. കാപ്പി അടിപൊളിയായിരുന്നു. നല്ല കാപ്പി അല്ലേ? നല്ല കടുപ്പമുള്ള കാപ്പി. ഇവിടുത്തെ കാപ്പിനെ ഞാൻ തോന്നുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലോക്കലി അവൈലബിൾ ആവുന്ന കാപ്പിപ്പൊടിയാന്ന് പറഞ്ഞു. എന്താണ് പേരെന്ന് അറിയത്തില്ല. കമ്പനി ഒന്നുമല്ല. നല്ല കടുപ്പുണ്ടായിരുന്നു. എനിക്ക് കടുപ്പം കുറച്ച് വേണം. എന്തായാലും ഭക്ഷണം പൊളിയാണ്. ഇവിടുന്ന് ചെക്കൗട്ട് 11:30 മണിക്കാണ്. അതുവരെ കുറച്ച് നേരം കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം, കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുക്കണം. അതാണ് പരിപാടി. 11:30 മണി ആയിട്ടുണ്ട്. നമ്മൾ ചെക്കൗട്ടാണ്. 11:30ക്ക് ശേഷം ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് ബില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് പണിയുള്ള പരിപാടി. ഈ ബാഗിലേക്ക് സാധനങ്ങൾ കയറ്റുക എന്നുള്ളത്. സെക്കൻഡ് ബാഗ് ഉണ്ട്, നമ്മുടെ ഹെൽമെറ്റ്. ഓക്കെ, ഇതൊക്കെയാണ്. നമ്മൾ പാർവതി അവസാന ബാത്റൂം പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് കുറച്ച് നേരം കൂടി ഇരുന്ന് സംസാരിച്ച് ഇന്നലത്തെ സ്റ്റേയെക്കുറിച്ച് പറഞ്ഞു. എക്സ്പീരിയൻസ് ഹെവിയാണ്. പറ്റുന്ന റിസോർട്ട് നല്ലതാണ്, ഒരു പ്രശ്നവുമില്ല. ലൈക്ക് നമുക്കൊരു നെഗറ്റീവ് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മളൊക്കെ കൂട്ടി നമ്മൾ വിട പറയുകയാണ് നമ്മുടെ ഈ ഒരു റൂമിനോട്. നല്ല റൂമായിരുന്നു. മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. മഴയാണോ മഞ്ഞാണോ അറിയില്ല. എന്തായാലും ഡ്രോപ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓർമ്മയിലേക്ക് യാത്രകൾ എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ യാത്രകളിൽ ഒന്ന് ഇതാണ്. അപ്പോൾ ഇതൊരിക്കലും മറക്കത്തില്ല. പ്രത്യേകിച്ച് ആരും കോട ഇറങ്ങിയത് കണ്ട പിറകിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെവി കോട ഇപ്പോഴും ഇറക്കുന്നത്. ഫാറ് മിസ്സിങ്ങാ. ഫാറോ കോട ഇപ്പോൾ നമ്മൾ പോകാൻ നേരത്തെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഈ ബാക്കിൽ നോക്കിയതാ കോട. നല്ല ഭംഗിയുണ്ട് അല്ലേ? നമ്മൾ ഇത്രയും നേരം അവിടെ നിന്നിട്ട് അത് കണ്ടില്ല. മേ ബി ഇത് 10-11 മണി ആവുന്ന സമയത്തായിരിക്കും മിക്കവാറും നമ്മുടെ മഴ വീണ്ടും പെയ്തു. ഇത്രയും നേരം മഴ മാറി നിന്നുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ട്. കേട്ടില്ലേ? ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ഇതിനും അപ്പുറത്ത്, ഞാൻ വിചാരിച്ചതിനപ്പുറത്ത് നല്ല രസമുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, അതിനുള്ളിൽ വേറെ വൈബാണ്. എനിക്ക് TV ഇല്ലാതെ എങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയൊരു സംശയം ഉണ്ടായിരുന്നേ. അതിനപ്പുറത്ത് അതൊന്നും ഓർമ്മയില്ല. TV ഇല്ലാത്തതും കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ല. ആവശ്യം വന്നില്ല ശരിക്കും. ആ സമയം പോയത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ചെയേഴ്സിൽ ഇരുന്നിട്ട് നമ്മൾ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു പല കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ അപ്പോൾ ശരിക്കും ഇനി മുതൽ നമ്മൾ അങ്ങനെ പ്ലാൻ ഓണാക്കാതിരിക്കാൻ. ഇതിന് വേണ്ടിയിട്ടാണ് TV. അല്ലാണ്ട് നമ്മളാരും സിനിമ കണ്ടിരിക്കാൻ ഇരുന്നിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതുണ്ടാകുമ്പോൾ ഒരു ഒച്ച അനക്കൊക്കെ ഉണ്ടാവും എന്നുള്ള ഇതാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല ശരിക്കും. ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ പാട്ടും കാര്യങ്ങളും. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 വീലർ ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം മഴ ഞങ്ങളിത് റിസോർട്ട് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. മിസ് ചെയ്യും, ഷുവർലി ഈ റൂം ഞാൻ മിസ് ചെയ്യും. അത്രയ്ക്ക് നല്ല സ്റ്റേ ആയിരുന്നു. പാർവതിയിൽ പോകുന്നു. മഴ പെയ്യുന്നുണ്ടേ, മഴ ഗംഭീരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്തായാലും ചെക്കൗട്ടിൻ്റെ പരിപാടി, ഡോക്യുമെൻ്റ്, പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടേക്ക് വന്നതാണ്. മഴ പോയാലേ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വന്നത് ബൈക്കിലാണ്, റെൻ്റ് ചെയ്ത ബൈക്കാണ്. സോ
ബൈക്ക് ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാറായിരുന്നു ഓപ്ഷൻ, പക്ഷേ പിന്നീട് ബൈക്കാക്കി മാറ്റിയതാണ്. എന്നാലും ചെക്കൗട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ റിസോർട്ടിനോട് ഇവിടെ പറഞ്ഞു. മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വെറ്റർ ഇട്ട്, റെയിൻകോട്ട് ഇല്ല, സ്വെറ്റർ ഇട്ട് ഇതിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബനിയനുണ്ട്. നല്ല കോട മഞ്ഞ്. ഒരാൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന വരെ ഹെൽമെറ്റ് ഇട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ്. നല്ല റിസോർട്ട് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഡെസ്റ്റിനേഷൻ അടുത്ത ഇടുക്കി ഡാമാണ്. പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഒരിക്കലും ഈ മഴ പ്രതീക്ഷിച്ചില്ല, അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ന്യൂസ് കണ്ടപ്പോഴാണ് യെല്ലോ അലർട്ട്. യെസ്, ഇപ്പം ന്യൂസ് കണ്ടപ്പോഴാണ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ടിൽ ഇടുക്കി ജില്ലയുണ്ട്, കോട്ടയമുണ്ട്. നമുക്ക് തിരിച്ച് കോട്ടയത്ത് എത്തും വേണം. നമ്മുടെ ട്രെയിന് കോട്ടയത്തു നിന്നാണ്. അപ്പോൾ രണ്ടും നല്ല പണി കിട്ടിയിരിക്കുവാണ്. നോക്കാം, പറ്റുമെങ്കിൽ ചെറിയ കോട്ട് മേടിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ചിലപ്പം കോട്ട് മേടിക്കും, നോക്കട്ടെ. ഏതായാലും ഹൈ ഹിൽസിനോട് ഇവിടെ പറയാണ്. അപ്പോൾ പറ്റുന്നവർ ഇവിടെ വരണം, സജസ്റ്റ് ചെയ്യില്ല. നല്ല റിസോർട്ടാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിരിക്കുന്നു പാവം, ഇന്നലെ മുതൽ തണുത്ത് വരച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ ഇടുക്കി ഡാമിലേക്കുള്ള യാത്രയാണ്. കയറാൻ പറ്റുമൊന്നുമില്ലെന്ന് അറിയത്തില്ല, പോയി നോക്കാം. എന്താ പറയുക, എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് ടൈമിങ് 2:15 to 2:45 വരെയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളക്കോട് നമ്മുടെ ഹൈസിൽസ് എന്ന റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇടുക്കി ഡാം കാണാനായിട്ടാണ് പോകുന്നത്. ഇടുക്കിയിൽ വന്നിട്ട് ഇടുക്കി ഡാം കാണാതെ പോകുന്നത് രസമില്ലാത്ത പരിപാടിയല്ലേ. അതിനു മുമ്പേ പറയുകയാണെങ്കിൽ ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് തന്നെ നമ്മൾ ഇടുക്കി ഡാം വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 150 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ 300 റുപ്പീസൊക്കെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്തത് ഈ കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളോട്ട് കയറിയത്. പക്ഷേ നമുക്ക് വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടേക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണോ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. സോ ദാറ്റ് അതിൻ്റെ വീഡിയോസും വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് നല്ല മഴ കഴിഞ്ഞിട്ടാണ് ഈ യാത്ര നമ്മൾ തിരിച്ച നാട്ടിലേക്ക്, അതായത് കോട്ടയത്തേക്ക് ട്രെയിൻ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. ഇടുക്കിയുടെ കാഴ്ചകൾ അടിപൊളി തന്നെയായിരുന്നു. ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം.